പങ്കെടുത്താൽ അയോഗ്യത കാര്യങ്ങൾ എത്തില്ലല്ലോ, പങ്കെടുക്കും. മാത്രമല്ല അങ്ങനെ അയോഗ്യത വരാൻ പോകുന്നില്ല. അയോഗ്യത ആർക്കും വരാം. 101 കൗൺസിലർമാരിൽ ആർക്കും തന്നെ ഈ 5 വർഷം ഒരു അയോഗ്യത വരാൻ പോകുന്നില്ല. എന്തായാലും ഈ 5 വർഷവും ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആരും തന്നെ അയോഗ്യരാവാൻ പോകുന്നില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിയമം ഇപ്പോൾ ഇവിടെ മുനിസിപ്പൽ ആക്ട് ഉണ്ട്. ഇവിടെ മുനിസിപ്പൽ ആക്ടിൽ അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ 101 ഞാൻ 101 പേരിൽ ആരും തന്നെ അയോഗ്യരാൻ പോകുന്നില്ല. വേറെ ഇനി ആരെങ്കിലും ഇതുപോലെ ചെയ്യണമെങ്കിൽ രണ്ടാം വായിക്കോളൂ, ഒരു ഇതായിട്ട് മാറും. ഒരു കാര്യം എപ്പോഴെങ്കിലും ഒരിക്കലും ആദ്യം നടക്കണ്ടേ? രാഷ്ട്രീയത്തിലോ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും. സുഗതൻ ഇനി കൗൺസിലറായിട്ട് തുടരത്തില്ല, സുഗതനെ അയോഗ്യനാക്കാൻ പോകുന്നു, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സുഗതൻ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാനായി പോകുന്നു. ജയിലിൻ്റെ ഉള്ളിൽ തന്നെ ആദ്യമായിട്ട് ഒരു ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന തരത്തിലോട്ട് നാളെ രാവിലെ 11 മണിക്ക് കാര്യങ്ങൾ മാറുന്നു. എന്താ പറയാ, കമ്മി കൊങ്ങികളുടെ സ്വപ്നങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള ഇരുട്ടടി കിട്ടിയ ഒരു അവസ്ഥയിലോട്ടായിപ്പോയല്ലോ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ കമ്മികൾ കൊങ്ങികളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊങ്ങികളാണ് ഈ പറയുന്ന സഖികളെ ഇപ്പോൾ രക്ഷിച്ചത് എന്നുള്ള തരത്തിൽ, സുഗതനെ രക്ഷിച്ചത് എന്നുള്ള തരത്തിലൊക്കെ തന്നെ. അത് അവിടെ ഇരിക്കട്ടെ. അതോടൊപ്പം തന്നെ മാപ്പറകളുടെ ഒരു കൂട്ടക്കരച്ചിലും മറ്റൊരു ഭാഗത്ത്. എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം. ഈ മാപ്പറകളുടെ ചില ചോദ്യങ്ങളൊക്കെ, കൊനിഷ്ഠ ചോദ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെയുള്ള ഒരു മറുപടി മേയറായിട്ടുള്ള വി രാജേഷിന്റെ ഭാഗത്ത് നിന്ന് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ സുഗതൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ജയിലിനുള്ളിലാണ്, സത്യപ്രതിജ്ഞ ചെയ്യാം. അപ്പോൾ സുഗതനെ അയോഗ്യനാക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഇനിയിപ്പോൾ കൗൺസിൽ യോഗങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ യോഗങ്ങളിൽ ഇപ്പോൾ ഉള്ള കൗൺസിൽ യോഗം, ഇനിയിപ്പോൾ വരുന്ന കൗൺസിൽ യോഗം, അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന കൗൺസിൽ യോഗങ്ങൾ, ഇനി ഒരു 2 കൗൺസിൽ യോഗമാണെന്ന് തോന്നുന്നു. സുഗതൻ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അയോഗ്യനാക്കുന്ന തരത്തിലോട്ട് വീണ്ടും കാര്യങ്ങൾ മാറുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ. ഇതിന് വി രാജേഷിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയാണ്, ശരിക്കും പറഞ്ഞാൽ ആ ഒരു മറുപടിയാണ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് 101 കൗൺസിലർമാരും ആരും തന്നെ അയോഗ്യരാവാനും പോകുന്നില്ല, ആരും തന്നെ പുറത്തേക്ക് പോകാനും പോകുന്നില്ല എന്നുള്ള ആ ഒരു മറുപടിയിൽ തന്നെ ഉണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്. അതായത് സുഗതൻ അയോഗ്യനാവാൻ പോകുന്നില്ല. ഇനി എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയാലും സുഗതൻ അയോഗ്യനാവാൻ പോകുന്നില്ല എന്നുള്ളത് BJPക്ക് നല്ല ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് വി രാജേഷിന് ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ രാജേഷിന് മറ്റൊരു കാര്യം പറഞ്ഞെന്ന് പറയുന്നത്, ആരും ചോദിക്കാത്ത ഒരു കാര്യം എടുത്തങ്ങിടുകയായിരുന്നു. അതായത് കൗൺസിൽ യോഗം ഈ മാസം ഉണ്ടാകും എന്നുള്ളത്, നീട്ടിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഒരു പരിപാടിയില്ല, ഈ മാസം കൗൺസിൽ യോഗം ഉണ്ടാകും എന്നുള്ള തരത്തിൽ വി രാജേഷ് തന്നെ അങ്ങ് മാപ്രകളോട് പറയണം. അപ്പോൾ മാപ്രകൾക്ക് തന്നെ അതൊരു അതിശയമായ ബന്ധത്തിലൂടെ അവർ മറുചോദ്യം അതാണ്. അത് അങ്ങേക്ക് അതിൻ്റെതായിട്ടുള്ള കോൺഫിഡൻറ്റ് ഉണ്ട്. ആ ഒരു തരത്തിൽ സുഗതൻ എന്ന് പറയുന്ന വ്യക്തിയായാലും BJPയുടെ കൗൺസിലർമാരായാലും BJP ഭരണമായാലും ഒക്കെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ഒരിക്കലും താഴെ ഇറക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അങ്ങേക്ക് നല്ല കോൺഫിഡൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ തന്നെയാണ് അങ്ങേര് ഈ കാര്യം തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ മാസം കൗൺസിൽ യോഗം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ. സോ മാപ്രകൾക്ക് എന്തായാലും വൃത്തിയായി കാണുമെന്ന കാര്യത്തിൽ ആ ഒരു സംശയമില്ല. നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും എടുത്ത് നോക്കാം. അതായത് ഇവരൊക്കെ തന്നെ എന്തൊക്കെയായിരുന്നു കമ്മികളും കൊങ്ങികളും മാപ്രകളും ഒക്കെ തന്നെ അങ്ങ് വിളിച്ചു പോകുന്നത്. സുഗതൻ ഇതാ ഇപ്പോൾ അയോഗ്യനാവാൻ പോകുന്നു, സുഗതൻ അതാണ് ഇതാണ് മറ്റേത്, സുഗതന് ജാമ്യം കിട്ടാൻ പോകുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. എന്നിട്ട് എന്തായി സുഗതൻ ആദ്യത്തെ ഇവരുടെ ഒരു സുഗതൻ 3 കൗൺസിൽ യോഗങ്ങൾ പങ്കെടുത്തില്ല, ഇനി ഇപ്പോൾ അടുത്തേക്ക് പുറത്താവുന്നാൽ അതും പച്ചക്കള്ളമായിരുന്നു. അതായത് സുഗതൻ ഈ പറയുന്ന കൗൺസിൽ യോഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, 3 കൗൺസിൽ യോഗങ്ങൾ ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ആദ്യത്തെ പച്ചക്കള്ളം പൊളിഞ്ഞു. പിന്നെ സുഗതന് എന്താ പറയുക, ജാമ്യം കിട്ടത്തില്ല എന്നുള്ള രീതിയിലോട്ടായിരുന്നു. ജാമ്യം കിട്ടി, കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടി, അതും പൊളിഞ്ഞു. പിന്നെ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു തരം വിടലായിരുന്നു ഈ പറയുന്ന കമ്മികളും കൊങ്ങികളും അതോടൊപ്പം തന്നെ മാപ്രകളും ഒക്കെ തന്നെ, അതും പൊളിഞ്ഞു. കോടതി കൃത്യവും വ്യക്തവുമായി പറഞ്ഞു സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാം ജയിലിനുള്ളിൽ തന്നെ, അതും പൊളിഞ്ഞു. എന്താ പറയുക, അങ്ങനെ ഓരോന്നായിട്ട് പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു. ഇനി ആകെപ്പാടെ ഉള്ള ഒരു പിടിവള്ളി എന്ന് പറയുന്നത് സുഗത ഇനിയുള്ള കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ ഈ പറയുന്ന രീതി അയോഗ്യനാക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു തരത്തിലുള്ള ഒരു ഇതാണ്. അതിലാണ് വി രാജേഷിന് കൃത്യമായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ നിങ്ങൾ കാണിച്ചാലും സുഗതൻ എന്നല്ല 101 കൗൺസിലർമാരും അയോഗ്യനാവാനായിട്ട് പോകുന്നില്ല എന്നുള്ളത്. അതായത് സുഗതനും അയോഗ്യനാവാൻ പോകുന്നു. ഇനിയുള്ള 5 കൊല്ലം സുഗതൻ കൗൺസിലറായിട്ട് തന്നെ അവിടെ ഇരിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻറ്റ് ലെവലാണ് ഈ പറയുന്ന വി രാജേഷിന്റെ ഭാഗത്ത് നിന്ന് ഈ വന്ന മറുപടിക്ക് കാരണമെന്ന് പറയുന്നത്. അതായത് സുഗതന്റെ വാർഡിൽ ഒരു ഉപതെരഞ്ഞെടുപ്പും നടക്കാൻ പോകുന്നില്ല, സുഗതൻ ഇനിയുള്ള 5 കൊല്ലവും അവിടെ കൗൺസിലറായിട്ട് തുടരുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറുമെന്നാണ് വി രാജേഷിന് ഈ ഒരു മറുപടിയിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതിനൊക്കെയുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്നും സുഗതന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാവുകയെ. കാരണം BJPക്ക് ഇപ്പോൾ കുറച്ചുകൂടി സമയം കൂടുതൽ കിട്ടിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ സത്യപ്രതിജ്ഞയുടെ കാര്യം അത് സുഗതന് ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്നുള്ളത് അറിയാം. പക്ഷേ അതിനിപ്പോൾ സമയം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കങ്ങൾ അവർക്ക് സാവധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും വി രാജേഷിന് ഉണ്ട് എന്നുള്ളതിന്റെ ആ ഒരു കോൺഫിഡൻസ് ലെവലാണ് ഈ ഒരു സംസാരത്തിൽ നിന്നും കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ
വേറൊരു കാര്യം, അതായത് ബി ജെ പിക്ക് നിലവിൽ 50 കൗൺസിലർമാരാണ് ഉള്ളത്, 51 സ്വതന്ത്രയും കൂടെ പിന്തുണ. അതുകൊണ്ട് ബി ജെ പിക്ക് ഇനി കൗൺസിലർമാർ കുറയല്ല ചെയ്യുന്നത്, ബി ജെ പിക്ക് ഇനി കൂടുമെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. കാരണം വി വി രാജേഷിന്റെ പച്ചയ്ക്ക് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിലവിലത്തെ ആ ഒരു കൗൺസിലർമാരുടെ ഭൂരിപക്ഷത്തിൽ വർധനവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതായത് പ്രതിപക്ഷത്തിൽ നിന്ന് പോലും വോട്ട് നമുക്ക് കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ള വിശ്വാസം അങ്ങേരെക്കൊണ്ട്. അതുകൊണ്ട് 51 നിന്നും കുറയുകയല്ല, 51 നിന്നും കൂടുകയാണ് ബി ജെ പിക്ക് ചെയ്യാൻ പോകുന്നത്. പകരം ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും കൗണ്ട് കുറയുകയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള നല്ല ബോധ്യം അവർക്കുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. അതോടൊപ്പം തന്നെ മാപ്പറയുടെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് നാണക്കേടല്ലേ, ജയിലിൽ ഈ പറയുന്ന രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സുഗതനിലൂടെ, അത് നാണക്കേടല്ലേ എന്നുള്ള ചോദ്യം. അതിനുള്ള മറുപടി രാജേഷ് കൊടുത്തതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിലാണ് നാണക്കേട്. കൊള്ളാം, അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എത്രയോ പേർക്ക് നാണക്കേടൊക്കെ ഉണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ധ്വനിയാണ് ഈ പറയുന്ന രാജേഷിന്റെ ആ ഒരു ചോദ്യത്തിൽ നിന്നും ഉണ്ടായ കാര്യം എന്ന് പറയുന്നത്. ശരിയാണ്, രാഷ്ട്രീയത്തിലാണോ ഇതൊക്കെ നോക്കുന്നതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ സുഗതൻ എന്ന് പറയുന്ന വ്യക്തി കൊലപാതകം ചെയ്തു, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ആരെങ്കിലും പീഡന കേസിലാണോ സുഗത അകത്ത് പോയിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത്ര നാണക്കേട് എന്നുള്ള ആ ഒരു ഇത് പറയാൻ, രാഷ്ട്രീയക്കാരനാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു ജനപ്രതിനിധിയാണ്, പല തരത്തിൽ പല രീതിയിലുമുള്ള കാര്യങ്ങൾ ആ ഒരു തരത്തിൽ രാഷ്ട്രീയക്കാരനായാൽ കേസ് ഉണ്ടാവും എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ആ കേസ് എന്ന് പറയുന്നത് എന്ത് കേസൊക്കെയാണ് എന്നുള്ളതും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ പീഡന കേസോ അല്ലെങ്കിൽ കൊലപാതകമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഈ സുഗതൻ നിലവിൽ ഈ പറയുന്ന രീതിയിൽ അകത്ത് കിടക്കുന്നതിന്റെ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന രീതിയിൽ മാപ്രകൾക്ക് നല്ല രീതിയിൽ രാജേഷിനെ ഒന്ന് ചൊറിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട ചോദ്യങ്ങളാണ്. പക്ഷെ ആ ചൊറിച്ചിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി രാജേഷിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോഴത്തേക്കും മിണ്ടാട്ടമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ത് കഷ്ടമാണെന്ന് പറയാം, മാപ്പറുകൾ എന്തെല്ലാം തരത്തിലുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഒന്ന് രാജേഷിന്റെ മിണ്ടാട്ടം മുട്ടിക്കാനായിട്ട്. പക്ഷേ രാജേഷ് തിരിച്ച് ഈ പറയുന്ന മാപ്പറകളുടെ മിണ്ടാട്ടം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസം കഴിയുന്നതോറും. അതോടൊപ്പം തന്നെ കോടതിയുടെ ഈ ഒരു വിധി വന്നതോടുകൂടി തന്നെ ഇപ്പോൾ എല്ലാ മാപ്പറകൾക്കും സമാധാനമായി എന്നാണ് തോന്നുന്നത്. കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ചിലരൊക്കെ പറഞ്ഞു സുഗതനെ തിരിച്ചടി. സുഗതൻ എന്ത് തിരിച്ചടിയാണ്? സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റും, സുഗതനെ കൗൺസിലറായിട്ട് തുടരാൻ പറ്റും. ഇതിൽ സുഗതൻ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ആരൊക്കെയാണ്? തിരിച്ചടി കിട്ടിയിരിക്കുന്നത് LDF-നും UDF-നും അതോടൊപ്പം തന്നെ ഇതൊക്കെ തന്നെ വിളിച്ചു പോകുന്ന മാപ്രകൾക്കുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്ത് തുടരാൻ പറ്റും. അതോടൊപ്പം തന്നെ സുഗതൻ ഈ പറയുന്ന രീതിയിൽ 5 കൊല്ലവും അവിടുത്തെ കൗൺസിലറായിരിക്കും എന്നുള്ള വിശ്വാസം, ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു കോൺഫിഡൻസ് BJP-ക്കും അതോടൊപ്പം തന്നെ മേയറായിട്ടുള്ള രാജേഷിനും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും 100% വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ സൂക്ഷിക്കാനുള്ളത് ഇടതും വലതുമാണ് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത്. കാരണം മറുകണ്ഠം ചാടാനായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആളുകൾ കാണും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ല. സുഗതൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഭരണം അട്ടിമറിക്കാം എന്നുള്ള രീതിയിലോട്ടൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ചിലപ്പോൾ കൊഴിഞ്ഞു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കുമെന്ന് മാത്രമാണ് എടുത്ത് പറയുന്നത്. കാരണം സംഘികളെ പിടിച്ച് താഴെ ഇറക്കാൻ നമുക്ക് കയറിയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവസാനം കൂട്ടത്തിലുള്ളവർ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് മാത്രമല്ല ഇപ്പോൾ ഈ പറയുന്നത് ഇടതും വലതും 2 തട്ടിലായിരിക്കുകയാണ്. അതായത് ഇടതുപക്ഷത്തെ UDF ചതിച്ചിരിക്കുന്നു എന്നാണ് ഇടതുപക്ഷം ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ 2 പേരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ഭരണത്തിനൊക്കെ അവർ തയ്യാറാവത്തില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യം. ഇനി അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ അത് അന്നേ നാണക്കേടെന്ന് പറയുന്നത് അതാണ് ശരിക്കും പറയുന്നത്. ഇത്രയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരപ്പെടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുത്തിട്ട് വീണ്ടും ഒന്നിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു നാണക്കേട് വേറെ ഉണ്ടാകത്തില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ടി വരും. ഇവിടെ എന്തായാലും BJP സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ അവർ സേഫ് സോണിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സംഘികളെ ഇപ്പോൾ ആ ഒരു രീതിയിൽ സേഫ് സോണിലാക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും വ്യാമോഹങ്ങൾക്ക് എന്തായാലും തൽക്കാലം ഒരു കർട്ടൻ ഇട്ടിരിക്കുന്നു എന്ന് എടുത്ത് പറയേണ്ടി വരും.